അപ്പൊ നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനിലെ യൂട്യൂബ് ദമ്പതിമാരുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവരുടെ അയൽവാസികൾ തന്നെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പൊ ഇവരുടെ അയൽവാസികൾ നടത്തിയിരിക്കുന്നത്. കേട്ടാലുണ്ടല്ലോ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അമ്മാതിരി കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതായത് ഈ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന അനാഥാലയത്തില് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ഒക്ടോബറിൽ കഴിയുന്നു. ഈ അനാഥാലയത്തിന് നടത്തിപ്പുകാരായിട്ടുള്ള ഉദയ് ഗിരിജയുടെ മകനായിട്ടുള്ള വിഷ്ണു ആണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. 18 തികയുന്ന വേളയിലായിരുന്നു കല്യാണം. അങ്ങനെ ഒക്ടോബറിൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ജൂണിൽ പ്രസവിക്കുന്നു. കണക്ക് പ്രകാരം കല്യാണം കഴിഞ്ഞ 7-ാം മാസം പ്രസവം അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ കല്യാണത്തിന് മുമ്പ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി ഗർഭിണി ആയിരുന്നു എന്നർത്ഥം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ അനാഥാലയത്തിനെതിരെ കേസ് വന്നിട്ടുള്ളത്. ഒരു അനാഥാലയത്തിൽ വളരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ അത് അനാഥാലയത്തിന് വൻ വീഴ്ച തന്നെയാണല്ലോ അല്ലേ? എന്തായാലും ഇത് കേസായതിനു പിന്നാലെ ഈ അനാഥാലയത്തിന് പിന്നിലെ പല തട്ടിപ്പുകളും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത്രയും കാലം ഇവർ ഒരു നന്മയുടെ മുഖം മൂടി അണിഞ്ഞ് നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ 1-2 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ? എന്തായാലും ഇപ്പൊ അത് ഇവരുടെ അയൽവാസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഷെഫിന ബി എന്ന് പറഞ്ഞ ചാനലാണ് ഇവർ ഇത് സംസാരിക്കുന്നത്. ആക്ച്വലി ഉദയഗിരിജയുടെ യഥാർത്ഥ പേര് അമ്പുലി എന്നാണ്. അനാഥാലയം തുടങ്ങിയതിനു ശേഷം ഇവർ ഉദയഗിരിജ എന്ന് ആക്കി മാറ്റിയതാണ്. അപ്പൊ ആ രീതിയിലാണ് ഈ അയൽവാസി സംസാരിക്കുന്നത്. അപ്പൊ ഈ അയൽവാസി പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഉദയഗിരിജക്ക് പത്തനാപുരത്ത് ഒരു വീടുണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടിൽ പല അനാശാസ പ്രവർത്തനങ്ങളും നടക്കുന്നത് കാരണം നാട്ടുകാരെ അവർ ഓടിച്ചു വിടുകയായിരുന്നു പോലും. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾക്ക് ഇപ്പുറമാണ് ഇവർ അനാഥാലയം തുടങ്ങുന്നതും അതിനുശേഷം ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാകുന്നതും. എന്തായാലും ഈ പറയുന്ന അമ്പളിയായിട്ടുള്ള ഉദയഗിരിജയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് വിഷ്ണുവിനെ കൂടാതെ ഒരു മകളും കൂടെ ഉണ്ട്. ആ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തൽ ഈ അയൽവാസി നടത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. പിന്നെ വർഷയുണ്ട് മോൾ. ആ കൊച്ചിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി പേഴ്സണൽ എനിക്കൊന്നും അറിയത്തില്ല. 23-24 വയസ്സെങ്ങാണ്ടുള്ള കൊച്ചിന് അത് അങ്ങനെ മോശമായിട്ടുള്ള ഇതൊന്നും നമ്മൾ കേട്ടില്ല. പക്ഷെ ഈ അമ്മയും പോലും ആൾ ശരിയല്ല. ഇതിന്റെ ഇടയിൽ സുനിൽ എന്ന് പറയുന്ന ഒരാള് കൂടെ ആള് തോന്നിയ ഇവരന്ന് അവൻ പറഞ്ഞു വർഷേ, അതായത് ഈ അമ്പിളിയുടെ മോളെ വർഷയെ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണം. ഇവ എല്ലാവരും സുനിൽ എല്ലാവരോടും പറയുന്നു ഞാൻ അമ്പിളിയുടെ മോളെ അമ്പിളിയുടെ കൂടെ ആയിരുന്നു നടക്കുന്നത്. പിന്നെ എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും അവര് ഒന്നായിരുന്നു. അവന് ഒരു 10-13 വയസ്സെങ്ങനെ കാണും. ഈ സുനിലിന് 34 വയസ്സ്, അതിൽ കൂടുതൽ കാണത്തില്ലായിരിക്കും. ഇപ്പം ഇവരെ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതും എല്ലാ രീതിയിലും അവർ ഒരുമിച്ചായിരുന്നു. അന്നേരം ഈ സുനിൽ എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു ഞാൻ ഈ വർഷം കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു നടക്കുമായിരുന്നു. ഈ വർഷയ്ക്ക് ഇപ്പോഴത്തെ ഈ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് അല്ലാതെ അതിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നായിരുന്നു. ഇവരുടെ റിലേറ്റീവ് തന്നെ ഇവരുടെ ചേച്ചിയുടെ മോളുണ്ട്. ചേച്ചിയുടെ മോള് അതായത് ഇതിനകത്ത് പൈ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ചേച്ചിയുടെ കാര്യം മല്ലികയുടെ മോളുടെ മരുമോന്റെ അനിയനോട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഈ അമ്പളിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആ ചെറുക്കം വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയതാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവരെന്തൊക്കെയോ ഇതേത്തെ പ്രശ്നങ്ങൾ കാരണം വേണ്ടാന്ന് വെച്ച് പോയാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ ഉദയഗിരിജ എന്ന അമ്പളിയുടെ സ്വഭാവം കാരണം സ്വന്തം മകളുടെ കല്യാണം പോലും മുടങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ അയൽവാസി പറയുന്നത് അല്ലേ? അതുകൂടാതെ അവരുടെ കൂടെ നടക്കുന്ന ഒരുത്തനുണ്ട്, എന്ത് സുനിൽ എന്ന് പറയുന്ന ഒരുത്തൻ. അവന് മകളായിട്ടുള്ള വർഷയെ കെട്ടിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി പോലും. പക്ഷെ ആ വാഗ്ദാനം ഇവര് നിറവേറിയിട്ടില്ല കേട്ടോ. അതിന് പകരം ഇവര് ചെയ്ത പരിപാടി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു. അങ്ങനെ ആ ഫസ്റ്റ് എൻഗേജ്മെന്റിന്റെ സമയത്ത് സുനിലിന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ വർഷയെ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണമെന്നുണ്ട്. അമ്മളിപ്പം പറഞ്ഞു മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവിടെ തന്നെ ഒരു രമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ കെട്ടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിക്ക് 18 വയസ്സുണ്ടായിരുന്നു. ഈ രമ്യ എന്ന് പറയുന്ന കുട്ടിക്ക് 18 വയസ്സുള്ളായിരുന്നു. അങ്ങനെ ഈ അമ്പളി തന്നെയാണ് കല്യാണം. പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ ഈ പെൺകുട്ടി ആ പയ്യനും തമ്മിൽ ഒരു ലൈൻ സെറ്റാക്കി കൊടുത്തിട്ട് അവസാനം ആ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു ഇവന്റെ കൂടെ ഇറക്കി വിടുകയാണ് ചെയ്തത്. കല്യാണമൊട്ടുമല്ല, ആ കുട്ടി 18 വയസ്സ് കഴിഞ്ഞു കുട്ടിയെ വീട്ടിൽ വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയിരുന്നു ഈ സുനിലിന്റെ കൂടെ. കാരണം സുനിലിന്റെ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് തലയെ ഒഴിച്ചു വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് രമ്യ അതിനകത്ത് ഇരയാക്കി ചെയ്തേ. രമ്യക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു 22-23 വയസ്സെങ്ങാണ്, 22-23 വയസ്സ് കാണുമായിരിക്കും. ആ കുട്ടിക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്. ഈ സുനിലെന്ന് പറയുന്ന ആ വ്യക്തിയും ഈ കുട്ടിയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. സംശയം, അടി, ബഹളം, അങ്ങനെ ഭയങ്കര എല്ലാ രീതിയിലും ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തിയതാണ്. അവിടെ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും ഈ രമ്യയോട് നിരക്കി കഴിഞ്ഞാൽ അമ്പളെ പറ്റി പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളാണ്. അവിടെ നിന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവരെ പറ്റി പറയാൻ 100 കാര്യങ്ങളുണ്ട്. എന്തുവാടെ ഇതൊക്കെ? സ്വന്തം മകൾ ഒരുത്തന്നെ കെട്ടിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകുന്നു. എന്നിട്ട് ആ വാഗ്ദാനം നിറവേറാതെ അതിന് പകരമായിട്ട് ഇവരുടെ അനാഥാലയത്തിലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ ഇവർക്ക് സെറ്റാക്കി കൊടുക്കുന്നു. എന്നിട്ട് അനാഥാലയത്തിൽ വളരുന്ന പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുന്ന വേളയിൽ
ഒളിച്ചോടി കല്യാണം കഴിക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കൊടുക്കുന്നു. ഇതെന്താ അവിടെ നടക്കുന്നത്? കൂട്ടിക്കൊടുപ്പോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഇവർ അനാഥാലയത്തിന്റെ മറവിൽ ബ്രോക്കർ പണിയും തുടങ്ങിയോ? ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, തൊല്ലുരിഞ്ഞു പോവാണ്. ആ പാവം ആ രമ്യ എന്ന് പറയുന്ന പെൺകുട്ടിന്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. വെറും 18 തികയുന്ന വേളയിലാണ് അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അല്ലേ. അവിടെ അങ്ങനെ 18 തികയുന്ന വേളയിൽ പല പെൺകുട്ടികളുടെയും കല്യാണം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചു പോയി കഴിഞ്ഞാണെങ്കിൽ പല സത്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇവർ ഈ അനാഥാലയത്തിൽ വളരുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊന്നല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അവരെങ്ങനെയും 18 തികയുമ്പോഴേക്കും അങ്ങ് കെട്ടിച്ചയച്ചു വിടണം. അതിൽ പല പെൺകുട്ടികളും ഇവർ ഇതേപോലെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് കെട്ടിച്ചയച്ചു വിടുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കി പറഞ്ഞോട്ടെ. എന്തായാലും ഒരിക്കലും ഒരു കുട്ടി പോലും നല്ല അഭിപ്രായം പറയത്തില്ല. അതാണ് സത്യം. കുട്ടികളെ, അവിടെ നിൽക്കുന്ന കുട്ടികളെ മെന്റലി ഫിസിക്കലി അവർ നല്ലപോലെ ഉപദ്രവിക്കാറുണ്ട് എല്ലാ രീതിയിലും. ഓക്കെ, എവിടേക്കോ പോയി ആദരവ് അതും ഇതൊക്കെ കാണുമ്പോൾ. അതുപോലെ ഈ അമ്പിളിക്ക് ഇതാണ് ജോലി. മരുമോന് പ്രത്യേകിച്ച് ഒരു ജോലിയില്ല, മോക്കൊരു ജോലിയില്ല, മോനൊരു ജോലിയില്ല. എല്ലാവരും ഇവിടെ തന്നെ ഇതിന്റെ ആ പാവപ്പെട്ട കുട്ടികൾക്കും അമ്മമാർക്കും ഡൊണേറ്റ് ചെയ്യുന്ന ജനങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് ഒരു പങ്ക് പറ്റിയാണ് ഇവർ ജീവിക്കുന്നത്. ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ ഒരു അംശം, ഒരു 100 അംശം പോലും അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് എത്തുന്നില്ല. ഫുഡ് പോലും നല്ലോണം കിട്ടുന്നില്ല. ഓക്കെ, ഇവരുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണിത്. അതായത് ഈ പറയുന്ന അമ്പിളി എന്ന് ഉദയഗിരിജക്കോ അല്ലെങ്കിൽ അവരുടെ മരുമകനോ മകനോ മകൾക്കോ ഒരു ജോലിയുമില്ല. എല്ലാവരും ഈ അനാഥാലയത്തിനെ ചുറ്റിപ്പറ്റിയാണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ജീവിക്കുന്നത് കാരണം അവർക്ക് ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചകൾ എന്ന് പറയുന്നത് ഇവരെ സ്വന്തമായിട്ട് എവിടേക്കോ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അത് ഇന്നലെ ഒരു അയൽവാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ലാവിഷ് ലൈഫാണ് ഇവരുടെ. ഒരു ജോലിയും കൂലില്ലാണ്ട് വെറും ഒരു ട്രസ്റ്റിനെ മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകൾക്ക് ഇത്ര പുരോഗമനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. നല്ല രീതിയിൽ ഇവർ ഫണ്ട് മുക്കി പുട്ടടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ അന്തേവാസികൾക്ക് തിന്നാൻ കൊടുക്കുന്നതോ വെറും കഞ്ഞിയും പയറും, വായിൽ വെക്കാൻ പറ്റാത്ത ഫുഡാണ്. അതിനെക്കുറിച്ച് തുടർന്ന് ഈ അയൽവാസി തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ അതൊന്ന് കേട്ടു നോക്കി. കാരണം അവിടെ ഫുഡ്, അവിടെ ജോലി ഉണ്ടായിരുന്നു, ബിൽഡിംഗ് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അവിടെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരെല്ലാം നേരത്തെ സ്ഥിരം അവിടെ എന്ത് ബിൽഡിങ്ങിന്റെ എന്ത് ഗേറ്റ് ആയിട്ടാണ് ഊഞ്ഞാല് അങ്ങനത്തെ നേരത്തെ റൂഫിംഗ് വർക്ക് അങ്ങനെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ആ പൊക്കോണ്ടിരുന്ന ആൾക്കാർക്ക് വീട്ടുകാർ ഫുഡ് കൊണ്ടുവരാൻ പറയും ഇവിടുന്ന് കഴിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവർ ഫുഡ് കഴിച്ചിട്ട് അവര് വന്ന് പറഞ്ഞതാണ് അവിടെ വെക്കുന്ന ചോറ് റേഷനരി വീട്ടിൽ ഉണ്ടാക്കുന്ന പിന്നെ ഭേദമാണ്, കഞ്ഞിയാണോ ചോറാണോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അവർ ആ ഒരു ദിവസം അന്ന് ഫുഡ് കഴിച്ചില്ല, കൈയിട്ട് ഇളക്കിയിട്ട് അവരത് വെച്ചിട്ട് പോരുന്നു. 2 ദിവസം ലൂസ് മോഷനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബിൽഡിങ്ങിന്റെ ജോലിക്ക് സ്ഥിരം പൊക്കോണ്ടിരുന്ന ആൾക്കാരാണ്. അവര് പറഞ്ഞ പിറ്റേന്ന് അവർ വീട്ടിൽ ഫുഡ് കൊണ്ടുപോയപ്പോ പിന്നെ അമ്പിളി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത്, ഇവിടെ നിന്ന് തെറ്റില്ലേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ ചേച്ചി മനുഷ്യര് പട്ടി കഴിക്കുമോ ചേച്ചി ചോറിന് ചോദിച്ചു. അയ്യോ അത് ഇവിടുത്തെ അമ്മമാർക്കും പിള്ളേർക്കും കൊടുക്കുന്ന ചോറ്, ഞങ്ങൾക്ക് വെക്കാൻ വേറെ ഫുഡ് ഉണ്ട്, അത് തരാനാ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞ കൊച്ചു അറിയാതെ ചെയ്തിരിക്കും, നാളെ തൊട്ട് കൊണ്ടുവരണ്ട, ഞങ്ങൾക്ക് വേറെ ഫുഡ് വെക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തരാണ്. ബെസ്റ്റ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവിടെ വെൽഡിങ്ങിന്റെ പണിക്ക് പോയ ആൾക്കാരുടെ അനുഭവമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അവിടുത്തെ അന്ത്യവാസികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് വായ വെക്കാൻ പറ്റാത്ത ഫുഡും ഇവർ കഴിക്കുന്നതോ നല്ല അടിപൊളി ഫുഡും. എന്നിട്ട് സമൂഹത്തിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നന്മവരം ചമയാണ്. എന്തായിരുന്നില്ല ഇവരുടെ പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഈ നന്മയുടെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നവരുടെയൊക്കെ പിന്നാമ്പുറം നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. എന്നാൽ അലമ്പ് കാണിച്ച് നടക്കുന്നവരുടെ നോക്കി കഴിഞ്ഞാൽ അവർ ശരിക്കും നല്ല ആൾക്കാരായിരിക്കും. എനിക്ക് അങ്ങനെ പേഴ്സണലി നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി പറയുന്ന വിഷ്ണുവിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഈ അയൽവാസി ചില കാര്യം പറയുന്നുണ്ട്. ഈ വിഷ്ണു കെട്ടിയ പെണ്ണാണല്ലോ 7 മാസത്തിൽ പ്രസവിച്ചത്. അത് കാരണമായിട്ടാണല്ലോ കേസായിട്ടുള്ളത്. എന്തായാലും ഒന്ന് കേട്ടോ. ഫസ്റ്റ് കല്യാണം നടന്നപ്പോഴേ നമ്മൾ പറഞ്ഞു ഇതിന്റെ പുറകിൽ എന്തോ വലിയ ചതിയുണ്ട്. കാരണം ഇവര് വേറൊരു അഫയർ ഉണ്ടായിരുന്നു പണ്ട്. ഈ അമ്പിളി അത് മുടക്കി വിട്ടതാ. ഈ കരുണേഫലി തന്നെ ഏതൊരു ഉച്ചയായിട്ട് പിന്നെ അഫയർ ആയിരുന്നു. ഇപ്പൊ ഈ കൊച്ചിനെ ഇവര് പറഞ്ഞു എന്റെ മോനെ ഞാൻ നല്ല സ്ത്രീധനം വാങ്ങിച്ച് കെട്ടിച്ചു വിടത്തോളൂ എന്ന് തമാശ രീതിയിലാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും എപ്പോഴും പറഞ്ഞു നടക്കുന്നവരാ. ഇപ്പൊ ഈ കുട്ടിയെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കുറെ എന്തോ വലിയൊരു ഇതുണ്ട് എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അച്ചോടാ പാവം, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഉദയഗിരിച്ച സ്വന്തം മകനെ കുറിച്ച് നെയ്ത് കൂട്ടിയത്. മകനൊരു പണക്കാരനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു പുള്ളിക്കാരന്റെ ആഗ്രഹം. അത് കാരണം സ്വന്തം മകന് പ്രണയം വരെ ഉദയഗിരിച്ച മുടക്കിയല്ലേ. അവസാനം എന്താക്കി, ഇതേ മകൻ തന്നെ ഇതേ അനാഥാലയത്തിലെ മറ്റൊരു പെൺകുട്ടിയുമായി ഡിങ്കോളിഫിക്കേഷൻ നടത്തി അവളങ്ങ് ഗർഭിണിയാക്കി. ലാസ്റ്റ് അവളെ കെട്ടേണ്ടിയും വന്നു. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ. ഉദ്ദേശിച്ച സ്ത്രീധനം കിട്ടിയതുമില്ല, അവസാനപ്പോ ജയിലിൽ പോകേണ്ട അവസ്ഥയും വന്നു. അതാണ് പറയുന്നത്, താൻ ചെയ്യുന്നതിന്റെ ഫലം താൻ തന്നെ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത്. എന്തായാലും ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരാനുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.